നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായത് തോൽവി തന്നെയെന്ന് CPM നേതാവ് MM മണി. പാഠം ഉൾക്കൊണ്ട് പാർട്ടി തിരിച്ചുവരും. പരാജയം സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ പരിശോധിക്കും. ഇടുക്കിയിൽ ഇതിൽ കൂടുതൽ വികസനം നടത്താനില്ല എന്നും MM മണി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇടുക്കിയിൽ നിന്ന് ജോയ്മോൻ ജോസ് തറയ്ക്ക് റിപ്പോർട്ട് കാണാം. അപ്പോൾ വലിയൊരു തോൽവിയാണ്. അപ്പോൾ എന്തെങ്കിലും തോറ്റത് തന്നെ. ഇതൊരു തിരിച്ചുവരവ് ഉണ്ടാവുമോ? പിന്നെ എന്താണ് പ്രശ്നം? സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയിൽ, കേരളത്തിൽ, ബംഗാളിൽ, ത്രിപുരയിൽ എവിടെ തിരിച്ചടി വന്നിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇവിടെ തിരിച്ചു പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഞങ്ങൾ പോരാട്ടം തുടരും ജനങ്ങൾക്കിടയിൽ. അതുകൊണ്ട് ഇപ്പോഴുണ്ടായ തിരിച്ചടി താൽക്കാലികമാണെന്നാണ് കാണുക. ആത്യന്തികമായി ഇത് ഞങ്ങൾക്ക് ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകും. അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും അടുത്ത ഇതിനൊരു തിരിച്ചുവരവ്? അല്ലെങ്കിൽ ഇപ്പോൾ ഉടുമ്പൻചോലായാലും ആശാൻ മത്സരിച്ച് നിങ്ങൾ ജയിച്ചതന്നെ, അപ്പോൾ അവിടെയും വലിയൊരു തോൽവിയാണ്. അതൊക്കെ ഒരു കാര്യം. അതെന്താണെന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പരിശോധിച്ചാലേ പൂർണ്ണമാകുള്ളൂ. ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്ത് എത്തേണ്ട നിഗമനമല്ല. ഇന്ന് ജില്ലാ കമ്മിറ്റി കൂടിയാലും അങ്ങനെ ചർച്ച ചെയ്യാൻ കഴിയില്ല. മോളിൽ നിന്നാണ് നോക്കേണ്ടത്. മോളിൽ നിന്ന് നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്ത നടപടി വരുത്തും. വികസന പ്രവർത്തനങ്ങളുടെ കുറവാണ്. വികസന പ്രവർത്തനമോ? ഇടുക്കി ജില്ലയിൽ ഇതിപ്പോഴും വികസന പ്രവർത്തനം എന്ന് നടക്കാനാണ്. ഉടുമ്പൻചോല മണ്ഡലത്തിൽ ആയിരക്കണക്കിന് കോടിയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? പറ. പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിച്ച് പിന്നെ അല്ലാതെ പിന്നെ ഞങ്ങൾ പിരിച്ചുവിടുവെന്ന. അപ്പോൾ മണിയാശാനാണ് നമുക്കിപ്പം ചേർന്നത്. അതായത് ഇടുക്കിയിലുണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇടുക്കിയിൽ LDF ഏറ്റുവാങ്ങിയതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തും, പരിശോധിക്കും. പരിശോധനയ്ക്ക് ശേഷം ഒരു മികച്ചൊരു തിരിച്ചുവരവ് LDF നടത്തുമെന്നാണ് മണിയാശാൻ പറഞ്ഞു വെക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് ക്യാമറാമാൻ സനലിൽ ബച്ചിക്കൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം.